അപ്പോൾ വെൽക്കം ഗൈസ്. ഇന്ന് ജോർജിയൻ ട്രിപ്പിൻ്റെ ഡേ 1 ആണ്. 3 days 3 nights പാക്കേജാണ് ഞാൻ സെലക്ട് ചെയ്തേക്കണം. സോ ജോർജിയ പോകാൻ താല്പര്യമുള്ളവർ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഞാൻ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളങ്ങനെ ജോർജിയൻ എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് ഇമിഗ്രേഷൻ ആക്ച്വലി ഇച്ചിരി ഡിലേ ആയിരുന്നു. നമുക്ക് സ്റ്റാമ്പ് ചെയ്ത് തരാനൊക്കെ ആയിട്ട് ഇച്ചിരി ലേറ്റ് ആവേണ്ടി വന്നു. ഒരു 30 minutes അവിടെ ഒരു ഡിലേ വന്നു. ഞാൻ UAE റെസിഡൻ്റ് ആയതുകൊണ്ട് അറൈവൽ വിസ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് അധികം പ്രോസസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എമിറേറ്റ്സ് ID ഉണ്ടെങ്കിൽ നമുക്കവർ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 2 degree തണുപ്പായിരുന്നു അവിടെ. നോർമൽ തണുപ്പ് പോലും പറ്റാത്ത ഞാൻ വേഗം ജാക്കറ്റ് എടുത്തിട്ട്, ഇല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായേനെ. അങ്ങനെ ക്ലിയർ ടൈമിന് പോകാനുള്ള വണ്ടിയൊക്കെ എത്തി. സോ നമ്മളിനി പോകുന്നത് ടിബ്ലിസിലേക്കാണ്. കുട്ടൈസിൽ നിന്ന് ടിബ്ലിസിലേക്ക് 2 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. എറൗണ്ട് 1 hour കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒന്ന് പയ്യെ വിശന്നൊക്കെ തുടങ്ങി. അങ്ങനെ ഡ്രൈവർ ചേട്ടനോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ആൾ തൊട്ടടുത്ത് വരുന്ന വേമാർട്ടിൽ ആൾ നിർത്തി തന്നു. വേമാർട്ട് ആയതുകൊണ്ട് അവിടെ ആക്ച്വലി സബ്വേ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി മേടിച്ചത് ബീഫിൻ്റെ ഒരു ടേൺ ഓവറും ക്യാപ്പുച്ചിനോ ഞാൻ മേടിച്ചത്. അറൗണ്ട് 7 ലാറിയാണ് അതിന് കോസ്റ്റ് വന്നത്. അങ്ങനെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ടിബ്ലിസിലേക്ക് യാത്ര തുടങ്ങി. ഇതൊരു യൂറോപ്യൻ കൺട്രി ആയതുകൊണ്ട് അതിൻ്റേതായ ഭംഗി ഓരോ വഴികൾക്കും ഉണ്ടായിരുന്നു. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഹോട്ടലിലെത്തി. അങ്ങനെ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാനായിട്ടൊരു ചെറിയൊരു വണ്ടിയൊക്കെ കൊണ്ടുവന്നവർ നമ്മളതിൽ പയ്യെ ബാഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനും എൻ്റെ കൂട്ടുകാരും അതിൽ തന്നെ കയറിയിരുന്ന് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് എത്തിച്ചവർ. അങ്ങനെ ട്രാവൽ ചെയ്തതിൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് താഴേക്ക് എത്തി. ആവശ്യമുള്ളതൊക്കെ പറക്കിയെടുത്ത് ഞങ്ങളങ്ങനെ ടേബിളിൽ വന്നിരുന്നു. കുഴപ്പമില്ലായിരുന്നു, നല്ല ഹോട്ടലായിരുന്നു. ഫുഡും അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. ബ്രെഡും ഓംലേറ്റും അതേപോലെ ഫ്രൈഡ് റൈസും ഒരു ചോക്ലേറ്റ് കോഫിയും ഒക്കെ എടുത്തിട്ട് കാലത്തെ പരിപാടി അങ്ങനെ തീർത്ത്. ആക്ച്വലി ഫസ്റ്റ് ഡേ ട്രിപ്പ് എല്ലാവരും നല്ല ക്ഷീണമുള്ള കാരണം കുറച്ച് ഡിലേ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞങ്ങളെല്ലാവരും മോർണിംഗിൽ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ചുമ്മാ അവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ചുമ്മാ വാക്കിങ്ങിന് ഇറങ്ങി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ അവിടുത്തെ ഏരിയാസൊക്കെ കാണിക്കാം. നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു സിറ്റി ആയിരുന്നു.
ടിബിലിസിലെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലേക്ക് യാത്ര തുടങ്ങി. ടിബിലിസ് ജോർജിയയുടെ ക്യാപിറ്റലുമാണ്. അവിടുത്തെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് ടിബിലിസ്. അവിടുത്തെ പുരാതന കാലത്തെ ബിൽഡിങ്ങുകളും അവരുടെ കൾച്ചറും പിന്നെ വെറൈറ്റി ഓഫ് കുസീൻസ് അതാണ് പല കൺട്രീസിനെയും ജോർജിയയായിട്ട് വേറിട്ട് നിർത്തുന്നത്. അങ്ങനെ നമ്മൾ ആ ചർച്ചിലേക്ക് എത്തി. ഈ ചർച്ച് 1995 ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് 5000 സ്ക്വയർ മീറ്ററിലാണ് ഇതിൻ്റെ വിസ്തീർണം. അതുപോലെ തന്നെ 15000 പേരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വേൾഡിലെ 3rd ലാർജസ്റ്റ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് കത്തീഡ്രൽ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനൊരു സവിശേഷത കൂടെ ഉണ്ട്. ഇതിൻ്റെ ഡോം ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കാണാനായിട്ട് പോകുന്നത് മെയിൻ അട്രാക്ഷൻ, ടിബിലിസിലെ മെയിൻ അട്രാക്ഷനായ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എന്ന് പറയുന്ന മാസീവ് പില്ലേഴ്സ് കാണാനായിട്ടാണ്. ഇത് 2000 ഇയേഴ്സ് ആനിവേഴ്സറി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ജോർജിയ. ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. ഇത് ഹിൽ ടോപ്പിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നല്ല തണവുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ബ്രീത്ത് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടിയിട്ടായിരുന്നു ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുമ്പോൾ നടക്കുന്നുണ്ടായിരുന്നത്. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ എന്നെ പോലെ തണവ് പറ്റാത്തവരൊക്കെ നല്ല രീതിക്ക് നല്ല ജാക്കറ്റും നല്ല ഗ്ലൗസും അതുപോലെ തന്നെ നല്ല തൊപ്പിയൊക്കെ വെച്ചിട്ട് വേണം ജോർജിയയിലേക്ക് പോകാൻ.
അതിനുശേഷം നമ്മൾ രാത്രിയായി തുടങ്ങിയപ്പോൾ ഒരു ബോട്ടിങ്ങിനൊക്കെ പോയി. പിന്നെ ഫുൾ നൈറ്റ് എക്സ്പ്ലോർ ചെയ്യായിരുന്നു അവിടെ. അതും ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ട് വീഡിയോ പോലെ കാണിക്കാം. അവിടെ നൈറ്റ് നല്ല രസമാണ്, ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ഒരു ഹോട്ട് വൈനാണ് ഞങ്ങൾക്ക് തന്നത്, അതൊരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. ഇത് ജോർജിയയിലാണ് വൈൻ ഉണ്ടാക്കിയെന്ന് എല്ലാവർക്കും അറിയാം. സോ അതിൻ്റേതായ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് അതിനുണ്ടായിരുന്നു.风穿过废弃的建筑，工厂的机器不在后面，空荡的商场里不见人影，昔日喧嚣的夜市悄无声息，梦想的碎片在风中飘散，心中的荒谬依然在跳动。城市之光照亮了这个夜，寂静的街角谁又在哭泣？黑夜漫长，黎明总会到来，让我们一起找回失落的光明。昨日的繁华如今只剩回忆，年轻人四处碰壁，未来变得模糊，萧条的一幕，乌云遮蔽天空，我们渴望飞翔翅膀，却被牢牢困住。哦哦哦哦。